ഇവിടെ താമസിക്കുന്ന അച്ഛന്റെ അമ്മയുടെ വീട്ടിലെ ഡോറാണിത്. കണ്ടോ, ഇത് കെട്ടി വെച്ചേക്കുക. കെട്ടി ഇങ്ങനെ വേണം തുറക്കാൻ. സാധനം കുറെ നാളത്തെ സാധനം ഉണ്ട് കേട്ടോ. അമ്മയുടെ പേരെന്തുവാ? മോഹിനി. മോഹിനി. ഇതെവിടാ സ്ഥലം? കനകപ്പന എരുമേലി. അച്ഛൻ എന്തോ പ്രശ്നം? എന്തോ അച്ഛൻ എന്തുവാ? കമ്പി ഇട്ടേക്കോ. ആരോഗ്യസ്ഥിതിയൊക്കെ മോശമാ. ശ്വാസം മുട്ടലുണ്ട്, കണ്ണിന് കാഴ്ചയില്ല. ഇവരെയൊക്കെ രക്ഷിക്കാൻ ഒരു മനുഷ്യനും വരത്തില്ല. ഒരു പാർട്ടിക്കാരില്ല, മെമ്പർമാരില്ല, ആരുമില്ല. മെമ്പർമാരൊന്നും ഇവിടെ തിരിഞ്ഞു നോക്കത്തില്ല. ഇല്ല, വരത്തില്ല. അത് അവർക്ക് ഇഷ്ടമുള്ളിടത്ത് അവർ വരും. അത് ഇത് വലിയൊരു ഈ കോളനി കണക്കുള്ള ഏരിയ ആയതുകൊണ്ടായിരിക്കും അവർക്ക് പുച്ഛം വരാം. പുച്ഛം ഇല്ലേ? അതെ. ഇപ്പൊ ഈ അച്ഛന് വേണ്ട ആവശ്യം എന്തോ? അച്ഛന് കിടക്കാൻ ഇത് കണ്ടോ. ഇവർക്ക് അത്യാവശ്യമായിട്ട് കിടക്കാൻ ഒരു ബെഡ് വേണം, ഇല്ലേ? അപ്പം ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ബെഡാണ്. ആവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു ബെഡ് കൈലിയുടെ പീസാണ് വെച്ചാണ് ഈ അച്ഛൻ കിടക്കുന്നത്. കാഴ്ചശക്തി കുറവുണ്ട്, പിന്നെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. നമ്മൾ ഇതേ കണക്കുള്ള പാവപ്പെട്ടവരെ കണ്ടെത്തിയിട്ട് ആവശ്യ സാധനങ്ങൾ എത്തിക്കുകയാണ്. അതേ കണക്ക് തന്നെ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരോ ഇതേ കണക്ക് കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ നമ്മൾ 100 വീട്ടുകാർക്ക് വേണ്ടി ഓണത്തിന് മുമ്പ് ചെയ്തു കൊടുക്കാനാണ് പ്ലാൻ. ഇതേ കണക്കുള്ള പ്രായമായ അമ്മമാർക്കും അച്ഛന്മാർക്കും 100 വീട്ടുകാർക്ക് വേണ്ടി ഇതേ കണക്ക് കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാനാണ് നമ്മളുടെ പുതിയൊരു ചാരിറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ ചാരിറ്റിയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണം. കാരണം ഇതേ കണക്കുള്ള ആൾക്കാരെ സഹായിക്കാൻ ഒരുത്തന്മാരും വരത്തില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന്മാരും വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ബെഡ് നമ്മൾ റെഡിയാക്കി തരും കേട്ടോ. ഇവിടെ ബെഡ് കൊണ്ട് നമ്മൾ ഉടനെ വരും. ബെഡ് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാരിറ്റിയുടെ എല്ലാ ഡീറ്റെയിലും ഇട്ടിട്ടുണ്ട്. GPay അക്കൗണ്ട് നമ്പരും ചാരിറ്റിയുടെ വാട്സപ്പ് നമ്പറും എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ഇതേ കണക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ അറിയിക്കുക.